ഒരു പെൺകുട്ടി ജനിച്ചു വളർന്ന വീടും കൂടെ ഉണ്ടായവരെയും വിട്ടുപിരിഞ്ഞ് പുതിയൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവൾ പുതിയൊരു ലോകത്താണ് എത്തിപ്പെട്ടിരിക്കുന്നത്. ഭർത്താവിൻ്റെ വീടും അവിടെ ഉള്ളവരെ ഉൾക്കൊള്ളാൻ അവൾക്ക് വല്ലാത്തൊരു പേടിയുണ്ടാവും. പേടിച്ചും ബഹുമാനിച്ചും സ്നേഹിച്ചും അവളൊരു നല്ലൊരു ഭാര്യയായി മാറും, നല്ലൊരു മരുമകളായി മാറും. സഹിക്കേണ്ടതെല്ലാം അവൾ സഹിക്കുകയും ചെയ്യും. പക്ഷേ അവളെ മനസ്സിലാക്കാതെ അവളുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ തടസ്സം നിന്നും കുറ്റങ്ങൾ കണ്ടെത്തിയും അവളെ കുറ്റപ്പെടുത്തുമ്പോൾ കുറേയൊക്കെ അവൾ ക്ഷമിക്കും. പിന്നെയും പിന്നെയും അവളെ മേൽ കുറ്റങ്ങൾ ചേർത്തുമ്പോൾ നിങ്ങൾ ഒന്നും ഓർക്കണം, ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ടെന്ന്. നിങ്ങളുടെ മക്കളും ഭർത്താവിൻ്റെ വീട്ടിൽ നല്ല അന്തസ്സായി ജീവിക്കുന്നില്ലേ? അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങളും ആഗ്രഹിക്കുന്നതല്ലേ? അവർ എപ്പോഴും ഹാപ്പി ആയിരിക്കണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ? അതുപോലെ തന്നെയാണ് വന്നു കയറിയ പെണ്ണിനും അവരുടെ വീട്ടുകാർക്കും ഉണ്ടാവുക എന്നത് മറന്നു പോകുന്നു. നിങ്ങളുടെ മക്കളും യാത്ര പോകുന്നു, നല്ല വസ്ത്രം ധരിക്കുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു, അതിൽ നിങ്ങളും ഹാപ്പിയാകുന്നു. പക്ഷേ വന്നു കയറിയ പെണ്ണിന് നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല, നല്ല യാത്ര പോകാൻ പാടില്ല, നല്ല ഭക്ഷണം കഴിക്കാൻ പാടില്ല, അടുത്ത വീട്ടുകാരോട് നന്നായി പെരുമാറാൻ പാടില്ല. ഇതെല്ലാം ഭയങ്കര അസൂയയാണ്. എല്ലാത്തിനും തടസ്സപ്പെടുത്താൻ ശ്രമിക്കും, തടസ്സപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ എല്ലാത്തിനും അവളെ ഒറ്റപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ മക്കളോട് അവളെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോൾ ഓർക്കുന്നില്ല, നിങ്ങളോട് അവർക്ക് സ്നേഹവും ക്ഷമയും എല്ലാം നശിച്ചു പോകുമെന്ന്. ഒരു കാര്യം എപ്പോഴും ഓർക്കണം, നിങ്ങൾ സ്നേഹം കൊടുത്താൽ അത് തിരിച്ചു കിട്ടൂ എന്ന്. ഒറ്റപ്പെട്ട വീട്ടിൽ അവൾക്ക് ഒരു ശ്വാസം മുട്ടലാണ്, എപ്പോഴും മനസ്സിനൊരു സമാധാനം തകരുന്നു. അമ്മയമ്മക്ക് പ്രായമാകുമ്പോൾ അവരെ പരിചരിക്കണമെങ്കിൽ നിങ്ങൾ സ്നേഹവും സന്തോഷവും അവൾക്ക് കൊടുക്കുക. അപ്പോൾ നിങ്ങളെ അവൾ സ്നേഹത്തോട് പരിചരിക്കും. വന്നു കയറിയ മരുമകളെ മകളെപ്പോലെ കാണുന്ന അമ്മയമ്മയുണ്ടെങ്കിൽ അവൾ എന്നും നല്ലൊരു മരുമകളായിരിക്കും. പാവത്തെ പോലെ ഇരിക്കുന്നവർ സാമർത്ഥ്യക്കാരായി മാറുന്നത്, സാമർത്ഥ്യക്കാരായി പാവമായി മാറുന്നത് അവർ ചെന്ന് കയറുന്നിടത്ത് സാഹചര്യം അനുസരിച്ചിരിക്കും. കടമകൾക്കും ഉത്തരവാദിത്തങ്ങൾക്കും ഇടയിൽ സ്വന്തം സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും, എന്തിനേറെ അവളുടെ അസുഖങ്ങൾ പോലും മറന്നു തൻ്റെ കടമകൾ നിർവഹിക്കുന്നവളാണ് അവൾ. ഒരു കുടുംബത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തവും തലയിലേറ്റി നടക്കാൻ, ചെയ്യാത്ത കുറ്റത്തിന് വഴി കേൾക്കാൻ മാത്രമായി ജനിച്ചവളല്ല പെണ്ണ്. ഈ പെണ്ണ് എന്ന് പറയുന്നത് അമ്മായിയമ്മയെയും മകളെയും മാത്രമല്ല, മരുമകളും ഒരു പെണ്ണാണ്, അത് മറക്കരുത്. മരുമകളെ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവളുടെ വീട്ടുകാരെയോ ബന്ധുക്കളെയോ കാണുമ്പോൾ നടത്തുന്ന ഈ ഓസ്കർ അഭിനയം ഉണ്ടല്ലോ, ഇതൊക്കെ എന്നും കണ്ടും കേട്ടും സഹിച്ചും നടക്കും എന്ന് കരുതുന്നവർ ഒന്ന് ഓർക്കുക. തിരിച്ചടിക്കുന്ന ഒരു ദിവസം വരും, കൊടുക്കുന്നത് തിരിച്ചു കിട്ടൂ എന്ന് ആർക്കായാലും. സ്നേഹത്തിന് പകരം സ്നേഹം മാത്രം. ഒരാളെയും കുറ്റപ്പെടുത്തരുത്, മനസ്സിൻ്റെ സമനില തെറ്റിപ്പോകും.